ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീതാ ഗോവിന്ദം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ വമ്പൻ ട്വിസ്റ്റ് ആയിട്ട് ഇന്നത്തെ ഒരു പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അപർണിക നമ്മുടെ കിഷോറിനെ കൊന്നു എന്നുള്ള ഒരു കാര്യമായിരുന്നല്ലോ ഇത്രയും നാളും നമ്മൾ വിശ്വസിച്ചിരുന്നത്. അപ്പം നമ്മൾക്ക് കൊലയാളി ആര് എന്നുള്ളതിന് ഒരു ഉത്തരം തന്നെയായിരുന്നു. പക്ഷേ നമ്മുടെ ഉത്തരം വീണ്ടും തെറ്റിയിരിക്കുകയാണ്. കൊലയാളി അപർണിക അല്ല കേട്ടോ. ഇന്ന് ആ ഒരു പോലീസ് വന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗോവിന്ദിനോടും അപർണികയോടും എല്ലാവരോടും ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ തോക്കിൽ നിന്നും പോയ ബുള്ളറ്റ്, അതായത് അപർണിക വെടിവെച്ചതിൽ നിന്നും പോയ ബുള്ളറ്റ് കിഷോറിന്റെ വാര്യലിന്റെ അവിടെ കൊണ്ടുള്ളൂ. കിഷോർ അതുകൊണ്ട് മരണപ്പെട്ടിരുന്നില്ല. അതിനുശേഷം 1.5 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വേറൊരു തോക്കിൽ നിന്ന് 2 ബുള്ളറ്റുകൾ നമ്മുടെ കിഷോറിന്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. അതാണ് മരണ കാരണം നമ്മുടെ പോലീസ് വന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പ്രേക്ഷകർക്ക് ആകെ ഇപ്പൊ പിരിവിട്ടു പോയ അവസ്ഥയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ആകപ്പാടെ കൊലയാളി ആരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളൊരു ഉത്തരം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരം മാത്രമേ നമുക്കുള്ളൂ. കൊലയാളി ആര് എന്നുള്ളതിന് ഇപ്പോഴും ഉത്തരമില്ല. അത് വമ്പൻ ടെസ്റ്റായിട്ട് ഇപ്പോഴും കിടക്കുക കേട്ടോ. ഭയങ്കര നീക്കം തന്നെയായിട്ട് നമ്മുടെ ഗീതാ ഗോവിന്ദത്തിന് എവിടെയൊക്കെ അവസാനിക്കുന്നു കണ്ടു തന്നെ അറിയാം കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ രഞ്ജുവിന്റെ കല്യാണം, രഞ്ജുവും ധ്യാനുമായിട്ടുള്ള ഒരു കല്യാണം നമ്മുടെ അനാർക്കലി അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നടത്തി കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ്, ഒപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വിജയലക്ഷ്മി കയറി വരുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ വിജയലക്ഷ്മി വരുമ്പോൾ നമ്മുടെ രഞ്ജു പറയുന്നുണ്ട്, ഇനി ആര് തടഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഈ ഒരു ആന്റി അമ്മയുടെ സ്ഥാനത്ത് നിന്നും അത് നടത്തി തന്നു എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വിജയലക്ഷ്മി എന്തൊക്കെയോ പറയാൻ പോകുന്നുണ്ട് കേട്ടോ. ഇത് അമ്മയുടെ സ്ഥാനത്തല്ല, ഇത് അമ്മ തന്നെയാണെന്നായിരിക്കാം ചിലപ്പോൾ പറയാൻ പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് ഉറപ്പാണ് അനാർക്കലിയുടെ മകൾ തന്നെയാണ് നമ്മുടെ രഞ്ജു അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. വമ്പൻ ട്വിസ്റ്റുകളായിട്ട് ഇനി വരാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ട എപ്പിസോഡുകളാട്ടോ. അപ്പൊ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.